എല്ലാവരും കാത്തിരുന്ന ആ വൈറൽ റെസിപ്പിയിലേക്ക് പോയാലോ? ലാസ്റ്റിൽ ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഒരു 15 കൊച്ചുള്ളി, 8 വെളുത്തുള്ളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഒരുമിച്ച് അരച്ചതിന് ശേഷം ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. വലിയ 5 സവോളയാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇത് 5 പച്ചമുളക്, 1 പിടി മല്ലിയില, പകുതി പുതിനയില, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചതച്ച പേസ്റ്റാണിത്. ഇനി നമ്മുടെ താരത്തിന് അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ വെളിച്ചെണ്ണയും നെയ്യും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമുക്കൊരു കറിവേപ്പില വെച്ച് കൊടുത്തതിന് ശേഷം ഓരോ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കൊഞ്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാട് നേരം കൊഞ്ചിനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര കട്ടിയായി പോവും, സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ഒരു 3 മിനിറ്റ് ഒക്കെ മതി ഒരു സൈഡ് വെന്ത് കിട്ടാൻ. തിരിച്ച് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശരിക്കും കൊഞ്ചൊരു 2 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റെങ്കിലും അത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് 1 കിലോ കൊഞ്ച് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചത്. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതും ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതും ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനിയും അരി ഒന്ന് കഴുകി വെക്കാം. അരി ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. കൈമ റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് കഴുകി മാറ്റി നമുക്ക് ഊറ്റി വെക്കാം. ഇനി നമ്മുടെ ഈ മസാലയിലുള്ള എണ്ണയിലേക്ക് ബാക്കി മാരിനേറ്റ് ചെയ്ത മസാല ചേർത്ത് നല്ലപോലെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം എണ്ണയിലിട്ട്. അതിനുശേഷം ആ മസാല നമുക്കൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. കാരണം ഇനി നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്താണ് നമുക്ക് ഈ മസാല ആവശ്യം വരുന്നത്. ഇനിയും കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള 5 സവോള നമ്മൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരടുപ്പിലേക്ക് നമുക്ക് റൈസ് ഉണ്ടാക്കാം. എണ്ണ ഒഴിച്ച് അതിലേക്ക് ഹോൾ സ്പൈസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഊറ്റി വെച്ചിരുന്ന അരി അതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ സവോള വഴറ്റുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. അടി പിടിക്കാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതും ഒന്ന് വഴറ്റി കൊടുക്കുക. സവോള ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വേണം വഴറ്റി കൊടുക്കാൻ. അപ്പോഴത്തേക്കും ഇപ്പുറത്ത് നമ്മുടെ റൈസ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒരടുപ്പിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം ചൂടുവെള്ളം വേണം നമ്മൾ ഈ അരിയിലേക്ക് ഒഴിക്കാൻ. അപ്പം അതിനുശേഷം ഇപ്പം 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളമാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിരുന്നത്. അതൊഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക. നാരങ്ങാനീര് ഒരു മുറി നാരങ്ങാനീര് ഒഴിക്കുക. നല്ലപോലെ ഇളക്കുക. ഇനി നമുക്ക് ചതച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റണം. ഇത് അടിക്ക് പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്. അപ്പോൾ ഒരു സോഫ്റ്റ്നെസ് ആകുന്നത് വരെ നല്ലപോലെ അത് വഴറ്റുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ റൈസിന് വേകാൻ വെച്ച വെള്ളം നല്ലപോലെ വെട്ടിത്തിളച്ചിട്ടുണ്ട്. അപ്പം അത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. വീണ്ടും അത് തുറന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ റൈസ് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പം നമ്മൾ വീണ്ടും തുറന്ന് ഇളക്കി നല്ലപോലെ റൈസ് വെന്തിട്ടുണ്ട്. ഇനി അത് അടച്ച് ഒരു സൈഡിൽ നമുക്ക് വെക്കാം. ഈ സമയത്ത് നമ്മുടെ മസാല നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ വേഗം അത് വഴന്ന് കിട്ടും. അപ്പം വീണ്ടും അത് തുറന്ന് ഇളക്കി നല്ലപോലെ തക്കാളി നല്ലപോലെ പച്ച ടേസ്റ്റൊക്കെ മാറി നല്ലതായിട്ട് വഴന്ന് കഴിഞ്ഞതിന് ശേഷം നല്ല ഉടഞ്ഞ് ചേരണം ആ മസാലയിലേക്ക്. ഉടഞ്ഞ് ചേർന്നതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന മസാല അതിലേക്ക്
നമ്മൾ മാറ്റി വെച്ചിരുന്ന മസാല മുഴുവൻ അതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും ഈ മസാലയാണ് ഈ ചെമ്മീൻ ബിരിയാണിയുടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന മസാല എന്ന് പറയുന്നത്. ഇനി അത് നല്ലപോലെ വഴന്ന് കഴിഞ്ഞ് എണ്ണ തെളിയുമ്പോഴാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. നല്ലപോലെ ആ മസാല ഈ ചെമ്മീൻ ഫ്രൈയിലേക്ക് മിക്സ് ചെയ്ത് വരണം. ശേഷം അത് എണ്ണ തെളിഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ലെയർ ബൈ ലെയർ ദം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാനിത് ശരിക്കും ഫുള്ളും മിക്സ് ചെയ്തിട്ടാണ് ദം ചെയ്യുന്നത്. അതാണ് ഈ ബിരിയാണിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഫുള്ള് മസാലയും എല്ലാ റൈസിലും നമ്മൾ ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് ദം ചെയ്യുന്നത്, ആ റൈസിൽ ഫുൾ ഫ്ലേവർ കിട്ടാൻ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഫ്രൈ ചെയ്ത് മസാലയിലേക്ക് ചെമ്മീൻ മുഴുവനായിട്ട് ഇടരുത്. നമുക്ക് ലാസ്റ്റിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പീസസ് മാറ്റി വെക്കണം. ശേഷം നമ്മൾ വറുത്ത് വെച്ച ഒരു സവോള വറുത്ത് വെച്ചിരുന്നു, അത് നമ്മൾ ഡെക്കറേഷനായിട്ട് മേളിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂനട്ട്, കിസ്മിസ്, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെമ്മീൻ ഫ്രൈ ഓരോന്നായിട്ട് അതിൻ്റെ മുകളിലോട്ട് വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് ദം ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് ദം ചെയ്തെടുക്കാം. ഞാൻ ഒട്ടും വിചാരിച്ചില്ല അത്ര ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് നവ്യ നായരുടെ വ്ളോഗിൽ നിന്നാണ്. അതിൽ മെഷർമെൻറ്റ്സ് ഒന്നും പറഞ്ഞിരുന്നില്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇതിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ സൂപ്പർ ബിരിയാണിയാണ്. പിന്നെ ഈ ചമ്മന്തിയും ഇതോടൊപ്പം കഴിക്കണം, നല്ല ടേസ്റ്റാണ്. ഒരു മുറി തേങ്ങ, അതിലേക്ക് ഒരു പൂള് പച്ച മാങ്ങ, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇവയെല്ലാം കൂടെ ചതയ്ക്കുക. അതിൽ കാഷ്യൂനട്ടും കപ്പലണ്ടി ഇടുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഈ ബിരിയാണിയുടെ കൂടെ ഈ ചമ്മന്തി നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് സാലഡ് വേണമെങ്കിൽ സാലഡും ഉണ്ടാക്കി അതിൻ്റെ ഒപ്പം കഴിക്കാം. ആ വ്ളോഗിൽ നവ്യ നായർ പറയുന്നുണ്ട് ആൾക്ക് ഈ റെസിപ്പി കിട്ടിയത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വൈഫ് പറഞ്ഞു കൊടുത്തതാണെന്ന്. ഞാൻ എന്തായാലും ട്രൈ ചെയ്തു. നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ പറയുന്നതല്ല, നല്ല അടിപൊളി ബിരിയാണിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഇത് ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ലൊരു ഡിഷസുമായിട്ട് വീണ്ടും വരാം. താങ്ക്